ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിൽ ഒളിജീവിതം നയിക്കുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആദ്യമായി ഡൽഹിയിൽ നടക്കുന്ന പൊതു ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ്. ഓഗസ്റ്റ് 5 വൈകിട്ട് 6 സൗത്ത് ഏഷ്യൻ ഫോറിൻ കറസ്പോണ്ടന്റ് ക്ലബ് ഡൽഹി മധുര റോഡിലെ സർമാർക്ക് ടുള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഓൺലൈനായാണ് ഹസീന പങ്കെടുക്കുക. പരിപാടിയിൽ മകൻ സജീവ് വസീദ് ജോയ്, മുൻ ബംഗ്ലാദേശ് മന്ത്രി മൊഹീബുൽ ഹസൻ ചൌധരി നൌഫൽ, ക്രിക്കറ്റ് താരം ഷാക്കിബ് അൽ ഹസൻ, മുൻ നയതന്ത്രജ്ഞൻ അനീമുൽ ഹോക് പൊലാഷ്, എഴുത്തുകാരൻ അബു ഒബൈദ അനിൻ, അഭിഭാഷകൻ ഷാ മുഹമ്മദ് ബക്തിയാർ എന്നിവരും പങ്കെടുക്കും. 2024 ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത് ഡൽഹിയിൽ വിമാനമിറങ്ങിയ ശേഷം അജ്ഞാത കേന്ദ്രത്തിൽ കഴിയുന്ന 78-കാരിയായ ഹസീന ആദ്യമായാണ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഹസീന പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ എന്തുകൊണ്ട് ഓഗസ്റ്റ് 5 എന്ന ദിവസം തിരഞ്ഞെടുത്തത്? അന്നത്തെ ദിവസവും എന്തായിരിക്കും ഹസീന വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്? പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. അർഹമായ ബഹുമാനത്തോടും അന്തസ്സോടും കൂടിയാണ് ഇന്ത്യയിൽ കഴിയുന്നതെങ്കിലും ജനങ്ങൾക്കായി നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഹസീന പറഞ്ഞിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടേക്കാം, ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം, എന്റെ വിധിയെക്കുറിച്ച് പൂർണ്ണമായി അറിയാം, എന്നാലും എന്റെ ജനങ്ങളുടെ വിളികേട്ട് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ഹസീന പറഞ്ഞിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ 1400 പേർ കൊല്ലപ്പെട്ടതിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ ബംഗ്ലാദേശ് കോടതി ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. ഹസീനയെ കൈമാറണമെന്ന് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ജൻസി വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് 2024 ഓഗസ്റ്റ് 5 ഷെയ്ഖ് ഹസീന ധാക്കയിൽ നിന്ന് പലായനം ചെയ്തത്. ആഴ്ചകളോളം നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഹസീനയുടെ കൊട്ടാര കവാടങ്ങൾ രോഷാകുലരായ പ്രതിഷേധക്കാർ ഭേദിച്ചു കടന്നിരുന്നു. ഇതേ തുടർന്ന് ഹസീന രാജിക്കത്തിൽ ഒപ്പുവയ്ക്കുകയും സൈനിക വിമാനത്തിൽ രാജ്യം വിടുകയുമായിരുന്നു. സഹോദരി ഷെയ്ഖ് രഹാനയ്ക്കൊപ്പം പറന്ന ആ വിമാനം നേരെ ലാൻഡ് ചെയ്തത് ത്രിപുരയിലെ അഗർത്തലയിലായിരുന്നു. അവിടെ നിന്ന് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ട്രാൻസ്പോർട്ട് വിമാനമായ C-130Jയിൽ ഡൽഹിയിലെ ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് പോയി. ഇന്ത്യയിൽ എത്തിയ അന്ന് മുതൽ കനത്ത സുരക്ഷയിലാണ് ഷെയ്ഖ് ഹസീന കഴിയുന്നത്. 2024 ഒക്ടോബറിൽ ഡൽഹിയിലെ ലുട്യാൻസ് ബംഗ്ലാവ് സോണിലുള്ള ഒരു സുരക്ഷിത കേന്ദ്രത്തിലാണ് ഹസീന താമസിക്കുന്നത് എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. ചില സമയങ്ങളിൽ ഹസീന ലൂട്ടൻസ് ഗാർഡനിൽ നടക്കാനിറങ്ങാറുണ്ടെന്ന് ദ പ്രിന്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഷെയ്ഖ് ഹസീന എവിടെയാണെന്ന വിവരം ഇന്ത്യൻ സർക്കാർ ബംഗ്ലാദേശ് സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. തൽക്കാലത്തേക്ക് ഇന്ത്യയിലേക്ക് വരാൻ അനുമതി തേടിയിരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2024 ഓഗസ്റ്റിൽ പാർലമെന്റിനെ അറിയിച്ചിരുന്നു. ഇപ്പോൾ ഹസീന പൊതുമധ്യത്തിൽ വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്രിക്സ് ഉച്ചകോടിക്കായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഹസീന പൊതുമധ്യത്തിൽ എത്തുന്നത്. സെപ്റ്റംബർ 12, 13 തീയതികളിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ജൂലൈയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ റഹ്മാന് ക്ഷണം അയച്ചിരുന്നു. ബ്രിക്സ് അംഗമല്ലാത്ത ബംഗ്ലാദേശിനെ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക് കോഓപ്പറേഷന്റെ അധ്യക്ഷൻ എന്ന നിലയിലാണ് പ്രത്യേക അതിഥിയായി ക്ഷണിച്ചത്. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യത്തിൽ ഇന്ത്യ ഇനിയും അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ നിയമപരമായ പരിശോധനകൾ നടത്തിവരികയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ഡിസംബറോടെ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്നും നിയമ നടപടി നേരിടുമെന്നുമായിരുന്നു ഹസീനയുടെ പക്ഷം. അതേസമയം ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ തന്റെ പദവി കഴിഞ്ഞ മാസം ഒഴിഞ്ഞിരുന്നു. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കാൻ 2 വർഷം ബാക്കി നിൽക്കെയാണ് അദ്ദേഹത്തിന്റെ രാജിയും. അതേസമയം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായുള്ള അദ്ദേഹത്തിന്റെ പഴയ ബന്ധവും ഡിസംബറിലെ ഹസീനയുടെ തിരിച്ചുവരവ് പ്രഖ്യാപനവുമാണ് രാഷ്ട്രീയ നാടകങ്ങൾക്ക് രാജിയിലേക്കും നയിച്ചതെന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. രാജ്യത്ത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷഹാബുദ്ദീൻ അധികാരത്തിൽ തുടരുന്നതിൽ സർക്കാരിന് അതൃപ്തി ഉണ്ടായിരുന്നു. ഡിസംബറിൽ ബംഗ്ലാദേശിൽ തിരിച്ചെത്തി കോടതിയിൽ കീഴടങ്ങുമെന്ന് ഹസീന അടുത്തിടെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അവസാനത്തെ അവാമി ലീഗ് ഭരണകാല പദവിയിലിരുന്ന നേതാവ് കൂടിയായ ഷഹാബുദ്ദീന്റെ രാജി പുറത്തുവരുന്നത്. രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് പുതിയ രാഷ്ട്രീയത്തെ തിരഞ്ഞെടുക്കുന്നതുവരെ പാർലമെന്റ് സ്പീക്കർ ഹാഫിസ് ഉദ്ദീൻ അഹമ്മദ് താൽക്കാലിക പ്രസിഡന്റ് ചുമതലയേൽക്കും. 2023 അവാമി ലീഗ് നോമിനിയായാണ് ഷഹാബുദ്ദീൻ എതിരില്ലാതെ 5 വർഷത്തെ കാലാവധിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഹസീനയുടെ ഭരണകാലത്ത് യുദ്ധക്കുറ്റ ട്രിബ്യൂണൽ കോടതി ഹസീനയ്ക്കും മുൻ ആഭ്യന്തരമന്ത്രിക്കും എതിരെ വധശിക്ഷ വിധിച്ചിരുന്നു. 1971 വിമോചന സമര സേനയിലും മുൻ ജഡ്ജിയുമാണ് രാജിവെച്ച മുഹമ്മദ് ഷഹാബുദ്ദീൻ. പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങാൻ ഉദ്ദേശിച്ചിരുന്നതായി അദ്ദേഹം നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരത്തിൽ തുടരുന്നതിനിടയിൽ ഹസീനയുടെ തിരിച്ചുവരവ് പ്രഖ്യാപനം രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിരതയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നതായി മാറിയിരിക്കുകയാണ്.